ഹലോ കുട്ടികളെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളെ പ്രോബബിലിറ്റി ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ അത് പ്രോബബിലിറ്റി ക്വസ്റ്റൻ ആണോ എന്ന് ചോദിച്ചാൽ പ്രോബിലിറ്റിയിലാണ്, പെർമ്യൂട്ടേഷനിലാണ്. ഈ വർഷം നിങ്ങൾക്ക് പെർമ്യൂട്ടേഷനും പ്രോബിലിറ്റിയും കണക്ട് ചെയ്ത് ക്വസ്റ്റൻ ചോദിക്കാം. ഓൾറെഡി ടെക്സ്റ്റിൽ അങ്ങനത്തെ ക്വസ്റ്റൻസ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ അറേഞ്ച്മെന്റും പ്രോബിലിറ്റിയും കൂടെ കണക്ട് ചെയ്ത് ക്വസ്റ്റൻ ചോദിക്കാം. ഞാൻ ഷോർട്ടായിട്ട് ക്വസ്റ്റൻ എഴുതിക്കുകയാണ്. ക്വസ്റ്റൻ എന്താണ് അൽഗോരിതം എന്ന് പറയുന്ന വേർഡിനെ നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ what is the probability that the letters GOR must remains together? GOR എന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും ഒരുമിച്ചിരിക്കണം. ലെറ്റേഴ്സാ GOR, അത് മാറി മറിഞ്ഞ് വരാം. GOR, OGR, ORG അത് മാറി മാറി വരാം. പക്ഷെ GOR ഇപ്പോൾ ORG അല്ലെങ്കിൽ GRO അല്ലെങ്കിൽ GOR അങ്ങനെ ഈ ലെറ്റേഴ്സ് എപ്പോഴും ഒരുമിച്ചിരിക്കാം. ഈ ലെറ്റേഴ്സ് ഒരുമിച്ചിരിക്കാം. അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും നിങ്ങൾ പഠിക്കുന്നതും പ്രോബിലിറ്റിയും കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. വേറെ ഒരു പ്രശ്നവും ഇല്ല കുട്ടികൾക്ക്. എന്നാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ അയ്യോ നിങ്ങൾ പാടുന്നൊക്കെ പറയും. അതുകൊണ്ടാണ് എടുത്തു തരുന്നത്. ഒന്നുമില്ല, എപ്പോഴും ഫേവറബിൾ ബൈ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്രോബിലിറ്റി ആയി മാറിക്കോളും. ആദ്യം നമുക്ക് ഇതിന്റെ അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അൽഗോരിതം. അപ്പൊ അൽഗോരിതത്തിൽ എത്ര വേർഡ്സ് ഉണ്ട്? ആദ്യം ടോട്ടൽ അറേഞ്ച്മെന്റ്. അൽഗോരിതത്തിലെ ടോട്ടൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ടോട്ടൽ പെർമ്യൂട്ടേഷൻ പറ. ടോട്ടൽ അറേഞ്ച്മെന്റ്. അൽഗോരിതത്തിലെ ടോട്ടൽ അറേഞ്ച്മെന്റ് എന്താണ് കുട്ടികളെ? ടോട്ടൽ എത്ര വേർഡ്സ് ഉണ്ടെന്ന് നോക്കാം. എത്ര? 1 2 3 4 5 6 7 8 9 3 6 9. അപ്പൊ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, നിങ്ങൾക്ക് അറിയാം റിപ്പീറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം. എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ജി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഐ ഉണ്ടോ? അൽഗോരിതം എന്ന് പറഞ്ഞ വേർഡ് എന്നെ തന്നിക്കുന്നത് എന്താ? ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ ആൻസർ 9 ഫാക്ടോറിയൽ തന്നെയാണ്. അതിന്റെ ആൻസർ എത്ര? 9 ഫാക്ടോറിയൽ. കാൽക്കുലേറ്റർ എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 9 ഫാക്ടോറിയൽ ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് 9 ഫാക്ടോറിയൽ എത്രയാണെന്ന് കിട്ടും? 9 ഫാക്ടോറിയൽ വേണ്ട, അത് ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് പോകായിരിക്കും. 9 ഫാക്ടോറിയൽ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ടോട്ടൽ അറേഞ്ച്മെന്റ് 9 ഫാക്ടോറിയൽ. ഇനി എന്താണ്? GOR ഒരുമിച്ച് വരണം. അപ്പൊ ഞാൻ GOR ഒഴികെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. ആരൊക്കെയാ ബാക്കിയുള്ള ആൾക്കാർ? ആരൊക്കെയാ? അപ്പൊ എന്താണ്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദ ലെറ്റർ GOR must remains together? അപ്പം GOR remains together. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. GOR ഒഴികെയുള്ള ആൾക്കാർ ആരൊക്കെയാ? AL, GORനെ കള, GOR പോയ ALITHM. ബാക്കി GORനെ ഞാൻ ഒരു ബോക്സിലിട്ട് ഒന്നായിട്ട് കൺസിഡർ ചെയ്തു. GOR ഒഴികെ ബാക്കി എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാർ. ഇവന്മാരെ ഒന്നായിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 7 പേരുണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര പേരാ? 7 പേര്. ഇവന്മാരുടെ അറേഞ്ച്മെന്റ് ഇങ്ങനെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആരെയാണോ ഒരുമിച്ച് വരേണ്ടത് അവന്മാരെ ഒരു ബാഗിൽ ഇടുക. ക്ലിയർ? എന്നിട്ട് ഇവന്മാരെ സെപ്പറേറ്റ് ഇടുക. ക്ലിയർ ആണേ? ഇനി ടോട്ടൽ അറേഞ്ച്മെന്റ്. ടോട്ടൽ ഇപ്പൊ എത്ര പേരുണ്ട്? 7 പേരുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര? 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇതിൽ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇൻറ്റു തീർന്നില്ല. ഈ GOR എന്ന് പറയുന്നത് വേണമെങ്കിൽ തിരിച്ചു വരാം. ലെറ്റേഴ്സ് GOR മസ്റ്റ് കംസ് ടു എന്നാ പറഞ്ഞത്. GOR ഒരുമിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ GORലെ ലെറ്റേഴ്സ് GOR എന്നല്ലേ ക്വസ്റ്റ്യൻ. probably that the letters GOR must remains together as a unit എന്നാ പറയുന്നത്. GOR ഒരുമിച്ച് തന്നെ ഇരിക്കണമെന്നാ പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ GOR ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടല്ലേ കുട്ടികളെ, GRO ORG GOR അങ്ങനെയൊന്നും മാറാൻ പാടില്ല. GOR ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പം GORന്റെ ഇടയിൽ വേറെ അറേഞ്ച്മെന്റ് ഇല്ല കേട്ടോ, സോറി. അപ്പൊ ROG RGO അറേഞ്ച്മെന്റ് ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 7 ഫാക്ടോറിയൽ ഇൻറ്റു യുവമാരുടെ അറേഞ്ച്മെന്റ് കൊണ്ട് എടുക്കണം. 3 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റ് എന്തെങ്കിലും കളയണം. പക്ഷെ അങ്ങനെ ഇല്ല. റിമെയിൻസ് അസ് എ യൂണിറ്റ് എന്ന പറയല്ലേ പറയുന്നത്. അപ്പൊ GOR ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പൊ എത്രയേ ഉള്ളൂടാ? 7 ഫാക്ടോറിയലേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഏതാണ്? GOR remains a unit. GOR remains a unit. പെർമ്യൂട്ടേഷൻ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഹൈ ലെവലാണ്. പെർമ്യൂട്ടേഷൻ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. പെർമ്യൂട്ടേഷൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക്. അത് കണ്ടിട്ട് വാടക അടിപൊളിയായിട്ട് മനസ്സിലാവും. പ്രോബിലിറ്റി നോട്ടിക്ക് ഒന്നുമില്ല. ഫേവറബിൾ ആയ ആരാ? 7 ഫാക്ടോറിയൽ ബൈ ടോട്ടൽ എത്ര? 9 ഫാക്ടോറിയൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 × 8 × 7 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോയാൽ
1/72 എന്ന് കിട്ടും. യു ഗെറ്റ് ദ ആൻസർ. 1/72 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണേ? സംശയമുണ്ടോ? അപ്പൊ ഈ GOR ഒരുമിച്ചിരിക്കുന്ന ഒന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണേ? പക്ക ഓക്കെ അല്ലേ? അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഇത് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഇത് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ പെർമ്യൂട്ടേഷനും പ്രോബബിലിറ്റിയും കണക്ട് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കേണ്ടതാ. അതിനെ എപ്പോഴും ടോട്ടൽ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുക, പ്രോബബിലിറ്റിയോട്ട് മാറും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, ചെയ്യില്ല നിങ്ങൾ ചെയ്താൽ അതിനെ പറഞ്ഞു ചെയ്യാൻ വേണ്ടി. ഓക്കെ, അസാസിനേഷൻ ആർ അറേഞ്ച്ഡ് ഇൻ റാൻഡം, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് 4 SR കംസ് ടുഗദർ. ആ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരും, അടുത്തത് നിങ്ങൾ ചെയ്യും. ഓക്കെ, 4 SR കംസ് ടുഗദർ, എല്ലാ എസ്സും ഒരുമിച്ചിരിക്കണം. അപ്പൊ ആദ്യ അസാസിനേഷന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ് ചെയ്യാം. ടോട്ടൽ അറേഞ്ച്മെന്റ്, അസാസിനേഷന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ്. നിങ്ങൾ പറ കുട്ടികൾ, അസാസിനേഷനിൽ എത്ര ലെറ്റർ ഉണ്ടാ? 1 2 3 4 5 6 7 8 9 10 11 12 13 എണ്ണം ഉണ്ട്. 13 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? 1 2 3 പ്രാവശ്യം എ, അപ്പൊ 3 ഡിവൈഡ് ചെയ്തു. ഇനി എസ് 1 2 3 4 എസ് 4 പ്രാവശ്യം ഡിവൈഡ് ചെയ്തു. ഇനി വേറെ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഐ 2 പ്രാവശ്യം, ഐ 2 പ്രാവശ്യം. അസാസിനേഷൻ ടി ഉണ്ടോ? ഇല്ല. എൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എൻ 2 പ്രാവശ്യം. ഇത്രയും നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്തു നോക്കുക കേട്ടോ. ആൻസർ നിങ്ങൾ ചെയ്തു നോക്കുക, ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല. ഇത്രയും ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയിടുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ കാൽക്കുലേറ്റർ വെച്ച് എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ 10 ഫാക്ടോർ അസാസിനേഷൻ, അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെന്റ് എങ്ങനെ വരും? 13 ഫാക്ടോറിയൽ ബൈ 3 4 2 2 ആണ് ടോട്ടൽ അറേഞ്ച്മെന്റ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 4 S കംസ് ടുഗദർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 S ആരാ? കംസ് ടുഗദർ. നിങ്ങൾക്കറിയാം എല്ലാ എസ് ഒരുമിച്ചിരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എല്ലാ എസിനെയും കൂടെ ഒരുമിച്ചിട്ട് ഒരു ബാഗായിട്ട് കൺസിഡർ ചെയ്തു. എൻ്റെ എസ് ഇല്ലാത്ത ബാക്കി ആൾക്കാരെ എടുത്തു. ബാക്കി ആൾക്കാർ ആരെ കൊണ്ട്? AAINATION. ബാക്കി ആൾക്കാരെ വിളിച്ചു. എസ് ഒഴികെ ബാക്കി ഇവിടെ ഇത്ര ആൾക്കാർ എത്രയാ? 9 പേര്. ഇത് ഒന്നായിട്ട് കൺസിഡർ. ടോട്ടൽ എത്രയാ? 10. അപ്പൊ ഇതിന്റെ 4Sന്റെ ആ പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെന്റ് എങ്ങനെയാ? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ ഉള്ള റിപ്പീറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഇതെല്ലാ കുട്ടികൾക്കും അറിയാം. ഇനി അടുത്ത് ഐ എത്ര പ്രാവശ്യം? ഐ 2 പ്രാവശ്യം. എൻ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. തീർന്നില്ല. ഇൻറ്റു ഈ എസിന്റെ അകത്തുള്ള കോമ്പിനേഷൻ. എസ് എത്ര ആൾക്കാരുണ്ട്? 4. 4 ഫാക്ടോറിയൽ ബൈ അവന്മാര് റിപ്പീറ്റ് ചെയ്യുന്ന ഡിവൈഡ് ചെയ്യണം. 4 ഫാക്ടോറിയൽ. കാരണം ഇതെല്ലാം എസ് ആയതുകൊണ്ടാണ്. ഇവിടെ എസ് ഐ ഏതാണെങ്കിൽ എത്ര ആൾക്കാരുണ്ടോ ഡിവൈഡ് ബൈ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിന്റെ അകത്തുള്ള കോമ്പിനേഷനും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ ഉള്ള ആൾക്കാർ 4 ആണ്. അവന്മാർ എന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ആകുമ്പോൾ വിഷയമില്ല. പക്ഷെ ഇവിടെ 2S 2I എന്നൊക്കെ ആയിരുന്നെങ്കിൽ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വന്നേനെ. ഇവിടെ എസ് ആയതുകൊണ്ട് ഇതിന്റെ അകത്തുള്ള അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കണം. എഗൈൻ 4 ഫാക്ടോറിയൽ ബൈ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു? 4. ഇത് വെട്ടിപ്പോവും. സോ അസാസിനേഷന്റെ അറേഞ്ച്മെന്റ് 10 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്നാവും. നമ്മൾ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി അല്ലേ കുട്ടികളെ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ പ്രോബബിലിറ്റി. അപ്പൊ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഏതാണ്? 4S ഏതാണ്? കംസ് ടുഗദർ. പ്രോബബിലിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആരാണ്? 10 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ദ ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് ഫേവറബിൾ ബൈ ടോട്ടൽ എത്രയാണ്? 13 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ബാക്കി നിങ്ങൾ വെട്ടി നിങ്ങൾ ചെയ്തോളാം മതി. 3 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും 2 ഒക്കെ വെട്ടിപ്പോയാൽ ബാക്കി നിങ്ങൾക്ക് 10 ഫാക്ടോറിയൽ ബൈ 13 ഫാക്ടോറിയൽ ബൈ ഇതെന്ന് കിട്ടും. തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വെട്ടിപ്പോവും. നേരെ റെസിപ്രോക്കൽ 4 ഫാക്ടോറിയൽ മുകളിൽ 10 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ബൈ 13 ഫാക്ടോറിയൽ എന്ന് വരും. ക്ലിയർ? അത് നിങ്ങൾ എന്ത് ചെയ്താൽ 13 ഫാക്ടോറിയൽ സ്പ്ലിറ്റ് ചെയ്ത് കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഇതാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ചെയ്ത് നോക്കിയാൽ ആദ്യം ആൻസർ കിട്ടും കേട്ടോ. മനസ്സിലായോ കുട്ടികളെ? പിടികിട്ടിയോ? സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ
ഇതെങ്ങനെ ചെയ്യും നിങ്ങൾ? ഈ മനസ്സിലായോ? നമുക്ക് കിട്ടിയത് ബൈ ടോട്ടൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത്ര റാങ്ക് മേക്കിംഗ് ഒന്നും അല്ല ഇത്. പെർമ്യൂട്ടേഷനിലെ നിസ്സാര ക്വസ്റ്റ്യൻ അല്ലേ. അസാസിനേഷൻ, പെർമ്യൂട്ടേഷൻ, മിസിസിപ്പി, മൺഡേ, ഡോട്ട്, ഇതെല്ലാം നമ്മൾ ചെയ്ത് പഠിച്ചല്ലേ കുട്ടികളെ? ഇതെല്ലാം പെർമ്യൂട്ടേഷനിൽ പഠിച്ചില്ലേ? എടാ പെർമ്യൂട്ടേഷൻ ആർക്കെങ്കിലും അറിവുണ്ടാകുന്നുണ്ടെങ്കിൽ സാർ വീഡിയോ ലൈവ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മാത്രം മതി. അടിപൊളിയായിട്ട് പെർമ്യൂട്ടേഷൻ മനസ്സിലാവും. കിട്ടില്ല ലൈവായിരുന്നു, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തില്ല. അടിപൊളിയായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഓൾ ഏസ് ഡു നോട്ട് കംസ് ടുഗദർ. അപ്പൊ നിങ്ങൾ രണ്ട് രീതിയിൽ ഇത് ചെയ്യാം, പ്രോബിലിറ്റി ആയതുകൊണ്ട്. ഒന്നെന്താണ്, ആൾ ഏസ് ഡു നോട്ട് കം ടുഗദർ ചെയ്യാൻ വേണ്ടി, നോട്ട് കം ടുഗദർ ചെയ്യാൻ വേണ്ടി ആദ്യം ഓൾ എ കംസ് ടുഗദർ കണ്ടുപിടിക്കണം. എല്ലാ എകളും ഒരുമിച്ചിരിക്കണം കണ്ടുപിടിക്കണം. അത് ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്യുക, അപ്പോഴാണ് ഓൾ എ ഡു നോട്ട് കംസ് ടുഗദർ കിട്ടുന്നത്. അതിനേക്കാളും പ്രോബബിലിറ്റിയുടെ കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഓൾ എ ഡു നോട്ട് കംസ് ടുഗദർ കണ്ടുപിടിക്കാൻ വേണ്ടി 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ കംസ് ടുഗദർ ചെയ്താൽ മതി. നെഗേഷൻ അല്ലേ? ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ എല്ലാ എകളും ഒരുമിച്ചിരിക്കുന്ന കണ്ടുപിടിക്കുക. ഇവിടെ എല്ലാ എ എന്ന് പറഞ്ഞാൽ 1, 2, 3, ഈ എസ് കണ്ടുപിടിച്ച പോലെ എല്ലാ എകളും ഒരുമിച്ചിരിക്കുന്ന കണ്ടുപിടിക്കുക. അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. കിട്ടുന്ന ഒന്നിൽ നിന്നും കിട്ടുന്ന പ്രോബബിലിറ്റി എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് പ്രോബിലിറ്റി ആയതുകൊണ്ട്. അല്ലെങ്കിൽ വേറെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? ആൾ ഏസ് ഡു നോട്ട് കംസ് ടു എന്നുള്ള പെർമ്യൂട്ടേഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ ടോട്ടൽ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഓൾ എ കംസ് ടുഗദർ കണ്ടുപിടിച്ചിട്ട് ഒന്നിൽ നിന്നും അതിനെ മൈനസ് ചെയ്താൽ മതി. ഓൾ എ ഡു നോട്ട് കംസ് ടുഗദർ കിട്ടും. പ്രോബബിലിറ്റിയുടെ കോൺസെപ്റ്റ് എടുക്കുക. നമ്മൾ പഠിച്ചില്ലടാ, 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പഠിച്ചില്ലേ? ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓൾ ഏസ് കംസ് ടുഗദർ. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണേ. മനസ്സിലായോ? പറഞ്ഞു ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓൾ ഏസ് നോട്ട് കംസ് ടുഗദർ അതിന്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം ഓൾ ഏസ് കംസ് ടുഗദർ കണ്ടുപിടിക്കുക. അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഒന്നിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ആദ്യം ഓൾ എ കംസ് ടുഗദറിന്റെ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുക, അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കുക. ദെൻ ടോട്ടൽ അറേഞ്ച്മെന്റിൽ നിന്ന് അത് മൈനസ് ചെയ്യുമ്പോൾ ഓൾ ഏസ് ഡു നോട്ട് കംസ് ടുഗദറിന്റെ അറേഞ്ച്മെന്റ് കിട്ടും. ദെൻ അതിനെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, പ്രോബിലിറ്റി കിട്ടും. എങ്ങനെ വേണോ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. എൻ്റെ ആൻസർ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഇതും ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അത്ര വലിയ റാങ്ക് ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. പെർമ്യൂട്ടേഷൻ അറിയാവുന്ന കുട്ടി മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇത് പാടല്ല, സിമ്പിൾ ആണ്. പെർമ്യൂട്ടേഷന് ഡിവൈഡഡ് ബൈ എന്താ? ടോട്ടൽ. അത് മനസ്സിൽ വെച്ചാൽ മതി. പെർമ്യൂട്ടേഷനിൽ എന്തുണ്ടോ അതിന് ടോട്ടൽ അറേഞ്ച്മെന്റ് ഡിവൈഡ് ചെയ്താൽ പ്രോബിലിറ്റി ആകും എന്ന് മനസ്സിൽ വെച്ചേക്കുക. ഏത് ക്വസ്റ്റ്യൻ ആണോ പെർമ്യൂട്ടേഷനിലെ ഏത് ക്വസ്റ്റ്യൻ ആണോ പ്രോബിലിറ്റി എന്നുള്ള വേർഡ് ചേർത്ത് ഈ വർഷം ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഓർത്തോളുക, ആദ്യം പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ അറേഞ്ച്മെന്റോട് ഡിവൈഡ് ചെയ്യുക. പെർമ്യൂട്ടേഷൻ സംശയമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പെർമ്യൂട്ടേഷന്റെ വീഡിയോ കാണും, അത് പഠിക്കുക. 100% മനസ്സിലാവും. ഓക്കെ, പക്കയായിട്ട് മനസ്സിലാവും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.